ഹലോ. നമ്മളിനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൽ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചു. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ബൈ യൂസിങ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് പഠിച്ചു. നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ടൈപ്പാണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൻ്റെ that is by using formed concrete or using aerated concrete or by introducing air bubbles into the concrete. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോം കോൺക്രീറ്റ് അല്ലെങ്കിൽ എയറേറ്റഡ് കോൺക്രീറ്റ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. Foam concrete or aerated concrete. It is made by introducing air or gas into the slurry composed of Portland cement or lime and crushed siliceous fiber so that when the mix set and harden, a uniformly cellular structure is formed in the plastic mix of mortar in order to produce a material with a cellular structure containing voids of size 1 mm. Okay, this concrete is also known as gas concrete or cellular concrete. അതായത് നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ എയർ ബബിൾസ് കോൺക്രീറ്റിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അത് പ്ലാസ്റ്റിക് ഫോമിലുണ്ടാകുന്ന സമയത്ത് എയർ ബബിൾസ് കോൺക്രീറ്റിനകത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എയർ ബബിൾസ് കൂടി കോൺക്രീറ്റിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് ഹാർഡൻ ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ എന്താണ്, ഒരു സെല്ലുലാർ സ്ട്രക്ചർ ഉണ്ടാവും. ആ സെല്ലുലാർ സ്ട്രക്ചറിനകത്ത് എയർ ബബിൾസ് ഉണ്ടാവും. ഓക്കെ, വോയിഡ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. 1 mm സൈസുള്ള വോയിഡ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഗ്യാസ് കോൺക്രീറ്റ് അല്ലെങ്കിൽ സെല്ലുലാർ കോൺക്രീറ്റ് എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ സെല്ലുലാർ കോൺക്രീറ്റിനെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ദ ഫോർമേഷൻ ഓഫ് ഗ്യാസ് ബൈ കെമിക്കൽ റിയാക്ഷൻ വിത്ത് ദ മാസ് ഡ്യൂറിങ് ലിക്വിഡ് ഓർ പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഗ്യാസ് ഫോം ചെയ്യുക. എങ്ങനെയൊക്കെ ഈ കോൺക്രീറ്റ് അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് കോൺക്രീറ്റിനകത്തേക്ക് എയർ ബബിൾസ് അല്ലെങ്കിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സിങ്ക് അല്ലെങ്കിൽ അലൂമിനിയം പൗഡറാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത്. പൗഡേർഡ് സിങ്ക് ഓർ അലൂമിനിയം പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്യാസ് ഓർ എയർ ബബിൾസ് എയർ കോൺക്രീറ്റിനകത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ മോട്ടർ മസ്റ്റ് ബി ഓഫ് ദ കറക്റ്റ് കൺസിസ്റ്റൻസി സോ ദാറ്റ് ദ ഗ്യാസ് ക്യാൻ എക്സ്പാൻഡ് ആൻഡ് ദ മോട്ടർ expand the motor but not to escape. ഓക്കെ, കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കണം അതിനകത്ത് ഗ്യാസ് മോട്ടറിന് എക്സ്പാൻഡ് ചെയ്യണം, പക്ഷേ അത് എസ്കേപ്പ് ചെയ്യാൻ പാടില്ല. The reaction of active aluminum powder which be added with the calcium peroxide or with the alkalis liberate hydrogen bubbles. ഓക്കെ, അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന സിങ്ക് പൗഡർ അല്ലെങ്കിൽ അലൂമിനിയം പൗഡർ കാൽസ്യം പെറോക്സൈഡായിട്ട് ആഡ് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ അകത്ത് ഹൈഡ്രജൻ ബബിൾസ് ലിബറേറ്റ് ചെയ്യും. അതങ്ങനെ എയർ ബബിൾസ് അതിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ഫോം ഈസ് മിക്സ്ഡ് വിത്ത് cement and crushed sand slurry, thus causing the cellular structure when this get set and hardened. സ്റ്റേബിൾ ഫോം നമ്മൾ കോൺക്രീറ്റിൽ സിമെൻറ്റിന് സ്ലറിയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് ഹാർഡൻ ചെയ്തിട്ട് അത് സെറ്റായിട്ട് ബബിൾസ് സെല്ലുലാർ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും. അതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് by using finely powdered metal, that is aluminum powder usually with a slurry and made to react with the calcium hydroxide liberated during the hydration process to give out large quantity of hydrogen gas. ഓക്കെ, ഒന്ന് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സിങ്ക് അല്ലെങ്കിൽ അലൂമിനിയം പൗഡർ യൂസ് ചെയ്തിട്ട് അത് കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് എന്തുണ്ടാവും, ബബിൾസ് ഉണ്ടാവും. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേബിൾ ഫോംസ് കോൺക്രീറ്റിനകത്ത് ഡയറക്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഫൈനലി ഡിവൈഡഡ് ഫൈനായിട്ടുള്ള അലൂമിനിയം പൗഡേഴ്സ് മെറ്റൽ പൗഡേഴ്സ് യൂസ് ചെയ്യാം സ്ലറി ആയിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഹൈഡ്രേഷൻ റിയാക്ഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് അത് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. സോ അങ്ങനെ അതിനുള്ളിൽ ഗ്യാസ് അല്ലെങ്കിൽ എയർ ബബിൾസ് ജനറേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് എയറേറ്റഡ് ഗ്യാസ് കോൺക്രീറ്റ് ഓർ സെല്ലുലാർ കോൺക്രീറ്റ് അല്ലെങ്കിൽ ഫോം കോൺക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ,
എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ലൈറ്റ് വെയിറ്റ് ആണ്, സോ ലോ വെയിറ്റ് ഡെൻസിറ്റി ആയിരിക്കും. 300 kg/m³ ടു 800 kg/m³ വരെയാണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. പിന്നെ ഗുഡ് റെസിസ്റ്റൻസ് ഫ്രോസ്റ്റ് ആക്ഷൻ ആൻഡ് ഓൾസോ ഹൈ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി. ഓക്കെ, ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ്. ലോ ഡെൻസിറ്റി, ലോ തെർമൽ കണ്ടക്ടിവിറ്റി, ഹൈ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ആണ്, ഗുഡ് റെസിസ്റ്റൻസ് ഫ്രോസ്റ്റ് ആക്ഷൻ. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ്, നമ്മളെ തേർഡ് ടൈപ്പ് പിന്നെ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആണ്. നോ ഫൈൻ കോൺക്രീറ്റ്. ഞാൻ പറഞ്ഞു ആ വേർഡ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നോ ഫൈൻ എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ഫൈൻ പാർട്ടിക്കിൾസ്, ഫൈൻ മെറ്റീരിയൽസ് നമ്മളതിൽ ഒമിറ്റ് ചെയ്യും. ഓക്കെ, ഫൈൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നോ ഫൈൻ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദിസ് കോൺക്രീറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഒമിറ്റിംഗ് ഫൈൻ അഗ്രിഗേറ്റ് ഫ്രം ദ മിക്സ്. മിക്സിൽ നിന്ന് ഫൈൻ അഗ്രിഗേറ്റ് നമ്മൾ ഒമിറ്റ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക. This type of no fine concrete is made up of only coarse aggregate, cement and water. ഓക്കെ, മനസ്സിലായല്ലോ. നോ ഫൈൻ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഒമിറ്റ് ചെയ്യുക ഫൈൻ അഗ്രിഗേറ്റിന്. അപ്പോൾ അതിനകത്ത് കോഴ്സ് അഗ്രിഗേറ്റും സിമെൻറ്റും വാട്ടറും മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അഗ്രിഗേറ്റ് യൂസ്ഡ് ഫോർ നോ ഫൈൻ കോൺക്രീറ്റ് ആർ നോർമലി ഓഫ് സൈസ് പാസിംഗ് ത്രൂ 20 mm ആൻഡ് റീറ്റെയിൻഡ് ഓൺ 10 mm. അതായത് 10 mm 20 mm പാസ് ചെയ്തിട്ട് 10 mm റീറ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് മാത്രമേ നമ്മൾ നോ ഫൈൻ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നോ ഫൈൻ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഇറ്റ് ഹാസ് ലോ ഡെൻസിറ്റി. നമുക്കറിയാം ലൈറ്റ് വെയിറ്റ് ആണ്, സോ ലോ ഡെൻസിറ്റി ആയിരിക്കും. ബോൺ സ്ട്രെങ്ത് ഓഫ് നോ ഫൈൻ കോൺക്രീറ്റ് ഈസ് വെരി ലോ. ബോൺ സ്ട്രെങ്ത് കുറവായിരിക്കും. പിന്നെ ലോ ഡ്രൈയിങ് സ്ട്രിങ്കേജ്, സിമ്പിൾ റോഡിങ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ ഫുൾ കോമ്പാക്ഷൻ ഓഫ് നോ ഫൈൻ കോൺക്രീറ്റ്. ഓക്കെ, ലോ ഡെൻസിറ്റി ആണ്. പിന്നെന്താണ്, ബോൺ സ്ട്രെങ്ത് ഈസ് വെരി ലോ, ലോ സ്ട്രിങ്കേജ്, ഡ്രൈയിങ് സ്ട്രിങ്കേജ്. കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ റോഡിങ് മെത്തേഡ് മാത്രമേ, നമ്മൾ റോഡ് വെച്ചിട്ട് സർക്കുലർ റോഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്താൽ മാത്രം മതി. സിമ്പിൾ റോഡിങ് മെത്തേഡ് കോമ്പാക്ഷന് ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി നോ ഫൈൻ കോൺക്രീറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. used in large scale for external wall for single story and multi-story building. Multi-story buildingൻ്റെ കേസിലായാലും സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ കേസിൽ എക്സ്റ്റേണൽ വാൾസിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്യൂ ടു ഹൈ തെർമൽ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ വാൾ ഫോർ ഹീറ്റ് ഇൻസുലേഷൻ. ലോ, അതായത് തെർമൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടി കൂടുതലായതുകൊണ്ട് ഹീറ്റ് ഇൻസുലേഷൻ നമ്മളിത് നോ ഫൈൻ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് റഫ് സ്ട്രക്ചർ ഇറ്റ് ഹാസ് എ ഗുഡ് ബേസ് ഫോർ പ്ലാസ്റ്ററിംഗ്. പിന്നെ പ്ലാസ്റ്ററിങ്ങിന് ഗുഡ് ബേസ് ആയിട്ടും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിന് റഫ്നെസ് കൂടുതലായതുകൊണ്ട്, റഫ് സ്ട്രക്ചർ ആയതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത്, വേർ സാൻഡ് ഈസ് നോട്ട് അവൈലബിൾ നോ ഫൈൻ കോൺക്രീറ്റ് ഷുഡ് ബിക്കം പോപ്പുലർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. സാൻഡ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഗുഡ് പോപ്പുലർ കൺസ്ട്രക്ഷൻ മെറ്റീരിയലായിട്ട് നോ ഫൈൻ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നു. സാൻഡിൻ്റെ കോസ്റ്റും സാൻഡിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതില്ലാതെ നമുക്കൊരു കോൺക്രീറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. സോ നമ്മളത് പോപ്പുലർലി നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിട്ടുണ്ട് ഇപ്പോൾ നോ ഫൈൻ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിനകത്ത് വരുന്ന കാര്യങ്ങൾ. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിനകത്ത് ഒന്ന് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് യൂസ് ചെയ്തിട്ട് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. ദെൻ നമുക്ക് എയർ ബബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഫോംഡ് കോൺക്രീറ്റ് ആക്കാം, അതൊരു ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആണ്. അല്ലെങ്കിൽ നോ ഫൈൻ കോൺക്രീറ്റ് ആക്കാം. അതാണ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിനകത്ത് വരുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്താണെന്ന് നോക്കാം. ആ പേര് തന്നെ മനസ്സിലാക്കാം. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ കോൺക്രീറ്റിനേക്കാളും സ്ട്രെങ്ത് ഹയർ ആയിട്ടുള്ള കോൺക്രീറ്റ് ആണ് ഹയർ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നോക്കാം നമുക്കിനി എന്താണ്. കോൺക്രീറ്റ് ഈസ് ജനറലി ക്ലാസിഫൈഡ് ആസ് നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റ്, ദാറ്റ് ഈസ് NSC, ആൻഡ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് HSC, ആൻഡ് അൾട്രാ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. കോൺക്രീറ്റ് നമ്മൾ നോർമലി മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ്, സെക്കൻഡ് വൺ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ്, തേർഡ് വൺ എന്ന് പറയുന്നത് അൾട്രാ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ്. ഓക്കെ, there are no clear-cut boundary for the above classification. Indian standard recommendation method of mixed design denote the boundary at 35 MPa between NSC and HSC. അതായത് നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റും ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റും തമ്മിലുള്ള ബൗണ്ടറി എന്ന് പറയുന്നത്, ഡിഫറൻസ് എന്ന് പറയുന്നത് 35 MPa ആയിരിക്കും. നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ഇൻ ടേംസ് ഓഫ് സ്ട്രെങ്ത്തിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
കോൺക്രീറ്റ് നമ്മൾ യൂഷ്വലി 90 to 120 MPa വരെ സ്ട്രെങ്ത്തുള്ള കോൺക്രീറ്റ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് സ്ട്രെങ്ത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺക്രീറ്റ് എന്ന് നോക്കാം. നമ്മൾ കൺവെൻഷണൽ കോൺക്രീറ്റ്, ദെൻ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, ദെൻ വെരി ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, ദെൻ അൾട്രാ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. കൺവെൻഷണൽ കോൺക്രീറ്റ് നമ്മൾ നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ്. അതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്കറിയാം. നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ കേസിൽ സ്ട്രെങ്ത്ത് ലെസ് ദാൻ 50 MPa ആയിരിക്കും. ഓക്കെ, 50 ആയിരിക്കും. 50 MPa കുറവ് സ്ട്രെങ്ത്തുള്ള കോൺക്രീറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവെൻഷണൽ അല്ലെങ്കിൽ നോർമൽ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇനി ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണെങ്കിൽ 50 to 100 MPa വരെ ആയിരിക്കും അതിൻ്റെ സ്ട്രെങ്ത്ത് വരുന്നത്. വെരി ഹൈൻ്റെ കേസിൽ 100 to 200 വരും. അൾട്രാൻ്റെ ആണെങ്കിൽ അൾട്രാ ഹൈ സ്ട്രെങ്ത് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 200 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ കൺവെൻഷണൽ കോൺക്രീറ്റിന് നോർമൽ കോൺക്രീറ്റ് ലെസ് ദാൻ 50 ആണ്. ദെൻ 50 to 100 MPa ആണ് നമ്മുടെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ കേസിൽ. 100 to 200 ആണ് വെരി ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ആൻഡ് ഇൻ ദി കേസ് ഓഫ് അൾട്രാ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 200 MPa. ഓക്കെ, ദെൻ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് 0.45 to 0.55 ആണ്. ഹൈ സ്ട്രെങ്ത്തിന് 0.45 to 0.3, 0.3 to 0.24, ലെസ് ദാൻ 0.24. ഓക്കെ, ഇനി ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾ നോക്കുക എന്തൊക്കെയാണ് ഈ കോൺക്രീറ്റിൻ്റെ ഓരോ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺക്രീറ്റിൻ്റെ കേസിൽ ഓരോ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങളിതിൽ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ നമുക്കറിയാം നമ്മൾ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ പൊതുവെ അഡ്മിക്സേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കൺവെൻഷണൽ കോൺക്രീറ്റിൻ്റെ കേസിൽ നമ്മൾ നോർമൽ കോൺക്രീറ്റ് നോട്ട് നെസസറി, അഡ്മിക്സേഴ്സ് യൂസ് ചെയ്യുന്നത് നെസസറി അല്ല. ഇനി ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ഫ്ലൈ ആഷ്, സ്ലാഗ്, മെറ്റാകയലിൻ ഓർ റൈസ് ആഷ് നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലൈ ആഷ് യൂസ് ചെയ്യാം, സ്ലാഗ് അല്ല മെറ്റാകയലിൻ അല്ലെങ്കിൽ റൈസ് ഹസ്ക് ആഷ്. അതാണ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മിനറൽ അഡ്മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വെരി ഹൈ സ്ട്രെങ്ത്തിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ സിലിക്ക ഫ്യൂംസ് നമുക്ക് യൂസ് ചെയ്യും. ഇനി അൾട്രാ ഹൈ സ്ട്രെങ്ത്തിൻ്റെ കേസിൽ സിലിക്ക ഫ്യൂമും ആൻഡ് ഫ്ലൈ ആഷും യൂസ് ചെയ്യാം. ഓക്കെ, മിനറൽ അഡ്മിക്സ്ചർ. ഇനി കെമിക്കൽ അഡ്മിക്സ്ചർ ആണെങ്കിൽ നോർമൽ കോൺക്രീറ്റിൻ്റെ കേസിൽ നോട്ട് നെസസറി. ഹൈ സ്ട്രെങ്ത്തിൻ്റെ കോൺക്രീറ്റിൻ്റെ കേസിൽ WRA അല്ലെങ്കിൽ HRWRA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കെമിക്കൽ അഡ്മിക്സ്ചേഴ്സ് അത് യൂസ് ചെയ്യാം. HRWRA ആണ് നമ്മൾ വെരി ഹൈൻ്റെ കേസിൽ എസെൻഷ്യൽ. അതുപോലെ തന്നെ അൾട്രേൻ്റെ കേസിലും HRWRA എസെൻഷ്യൽ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രെങ്ത്ത് അതിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അത്രയും സ്ട്രെങ്ത്ത്. ഓക്കെ, അതിന് എന്തൊക്കെയാണ് ഹൈ സ്ട്രെങ്ത്ത് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള സ്പെഷ്യൽ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സീഡിങ്, റീവൈബ്രേഷൻ, ഹൈ സ്പീഡ് സ്ലറി മിക്സിംഗ്, യൂസ് ഓഫ് അഡ്മിക്സ്ചർ, ഇൻഹിബിറ്റേഷൻ ഓഫ് ക്രാക്ക്, സൾഫർ ഇംപ്രഗ്നേഷൻ, യൂസ് ഓഫ് സിമെൻറ്റീഷ്യസ് അഗ്രിഗേറ്റ്സ്. ഇതൊക്കെയാണ് സ്പെഷ്യൽ മെത്തേഡ്സ് ഫോർ മേക്കിംഗ് ഹൈ സ്ട്രെങ്ത്ത് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് സീഡിങ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇൻവോൾവ്സ് ആഡിങ് എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഫൈൻലി ഗ്രൗണ്ടഡ് ഫുള്ളി ഹൈഡ്രേറ്റഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ടു ദ ഫ്രഷ് കോൺക്രീറ്റ് മിക്സ്. ഫ്രഷ് കോൺക്രീറ്റ് മിക്സിനകത്ത് നമ്മൾ സീഡ് ചെയ്യാം. മീൻസ് എന്താണ്, വെരി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഫൈൻലി ഗ്രേഡഡ് ആൻഡ് ഫുള്ളി ഹൈഡ്രേറ്റഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്സ് നമ്മൾ അതിനകത്തേക്ക് മിക്സ് ചെയ്യുക. ഫ്രഷ് കോൺക്രീറ്റ് മിക്സിനകത്തേക്ക് പോർട്ട്ലാൻഡ് സിമെൻറ്റ്സ് ആഡ് ചെയ്യുക. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, സീഡിങ് എന്ന് പറയുന്നത്. അടുത്തത് റീവൈബ്രേഷൻ ആണ്. റീവൈബ്രേഷൻ എന്ന് വെച്ചാൽ കോൺക്രീറ്റ് അണ്ടർഗോ പ്ലാസ്റ്റിക് ശ്രിങ്കേജ്, മിക്സിംഗ് വാട്ടർ ക്രിയേറ്റ് കണ്ടിന്യൂസ് കാപ്പിലറി ചാനൽസ്, ബ്ലീഡിംഗ് ആൻഡ് വാട്ടർ അക്യുമുലേറ്റ് സോ ദാറ്റ് at the selected places. All this reduces the strength of concrete. Controlled revibration remove all these defects and increase the strength of concrete. ഓക്കെ, അതായത് റീവൈബ്രേഷനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺക്രീറ്റിനെ ഒന്നുകൂടി വൈബ്രേറ്റ് ചെയ്യുക, കൺട്രോൾഡ് മെത്തേഡിൽ റീവൈബ്രേഷൻ നടത്തുക കോൺക്രീറ്റിന്. അപ്പോൾ അതിനകത്തുള്ള പ്ലാസ്റ്റിക് സ്ട്രിങ്കേജ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് സ്റ്റേജിലുള്ള സ്ട്രിങ്കേജ്, അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, ബ്ലീഡിങ്, സെഗ്രിഗേഷൻ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അങ്ങനെ സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഹൈ സ്ട്രെങ്ത്ത് സ്ലറി മിക്സിംഗ് ആണ്. ഹൈ സ്പീഡ് സ്ലറി മിക്സിംഗ് എന്ന് വെച്ചാൽ നമ്മൾ മിക്സിംഗ് പ്രോസസ്സിനകത്ത് പുതിയ എന്താണ് അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുക. അതാണ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ higher compressive strength obtained is attributed to more efficient hydration of cement particle and water achieved in the vigorous blending of cement paste.
അതായത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് സിമെൻറ്റ് പേസ്റ്റിൻ്റെ അകത്ത് മീൻസ് ബ്ലെൻഡിങ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ച് നോക്കുക. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ ഓഫ് സിമെൻറ്റ് വാട്ടർ മിക്സ്ചർ വിച്ച് ഈസ് ദെൻ ബ്ലെൻഡഡ് വിത്ത് അഗ്രിഗേറ്റ് ടു പ്രൊഡ്യൂസ് കോൺക്രീറ്റ്. അതായത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം സിമെൻറ്റ് വാട്ടർ മിക്സ് നമ്മൾ സിമെൻറ്റ് വാട്ടർ ബ്ലെൻഡ് ചെയ്തിട്ട് സിമെൻറ്റ് വാട്ടർ മിക്സ് ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ പിന്നെ അഗ്രിഗേറ്റ് ബ്ലെൻഡ് ചെയ്തിട്ട് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പുതിയൊരു മെത്തേഡ് ഓഫ് ഹൈ സ്പീഡ് സ്ലറി മിക്സിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമുക്ക് യൂഷ്വലി നമുക്കറിയാം നമ്മൾ അതിൻ്റെ അകത്ത് അഡ്മിക്ചേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്ചേഴ്സ് യൂസ് ചെയ്യാം. ദെൻ ഇൻഹിബിഷൻ ഓഫ് ക്രാക്സ്, അത് നമ്മൾ ക്രാക്കിൻ്റെ ഇനീഷ്യേഷൻ ഓഫ് ക്രാക്സ് നമ്മൾ റെസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുക. അതായത് ക്രാക്ക് അറസ്റ്റേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. ക്രാക്ക് അറസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ പൊതുവേ പറയുന്നത് എന്താണ്, നമ്മൾ പോളിത്തീൻ അല്ലെങ്കിൽ പോളിസ്റ്റൈറിൻ്റെ എന്താണ് ഒരു ലെയർ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. റീപ്ലേസ്മെൻറ്റ് പോളിസ്റ്റൈറിൻ ഓൺ പോളിത്തീൻ വെച്ചിട്ട് നമ്മൾ 2 to 3% ഫൈൻ അഗ്രിഗേറ്റിന് റീപ്ലേസ് ചെയ്യുക. അതായത് നമ്മൾ ലെൻറ്റിക്യൂൾസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് ആക്ട് ചെയ്യും, അതിനകത്തുള്ള ക്രാക്ക് അറസ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ക്രാക്ക് അറസ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെങ്ത് അതായത് ക്രാക്ക് ഇൻഹിബിഷൻ കുറച്ചിട്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പിന്നെ അടുത്തത് സൾഫർ ഇംപ്രഗ്നേഷൻ. സൾഫർ ഇംപ്രഗ്നേഷൻ എന്ന് വെച്ചാൽ സാറ്റിസ്ഫാക്ടറി ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഇംപ്രഗ്നേറ്റിംഗ് ലോ സ്ട്രെങ്ത് പോറസ് കോൺക്രീറ്റ് ബൈ സൾഫർ. ഓക്കെ, ലോ സ്ട്രെങ്ത് പോറസ് കോൺക്രീറ്റിനകത്ത് സൾഫർ ഇംപ്രഗ്നേറ്റ് ചെയ്യാം. ഓക്കെ, ദ പ്രോസസ് കൺസിസ്റ്റ് ഓഫ് മോയ്സ്റ്റ് ക്യൂറിംഗ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റ് സ്പെസിമെൻ ഫോർ 24 hours, ഡ്രൈയിങ് ദം അറ്റ് 24 hours, ഇമേഴ്സിങ് സ്പെസിമെൻ ഇൻ മോൾട്ടർ, സൾഫർ അണ്ടർ വാക്വം. അതായത് സൾഫർ നമ്മൾ കോൺക്രീറ്റിനകത്തേക്ക് ഇംപ്രഗ്നേറ്റ് ചെയ്യുക പോറസ് കോൺക്രീറ്റിനകത്ത്. അതാണ് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ സിമെൻറ്റീഷ്യസ് അഗ്രിഗേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അതൊക്കെയാണ് പിന്നെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇതിന് ശ്രിങ്കേജ് കുറവായിരിക്കും, ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും, സ്ട്രെങ്ത് കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഫോം വർക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് HSCക്ക് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിന്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ഇനി അൾട്രാ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. അൾട്രാ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് നമ്മൾ പറഞ്ഞു. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ കേസിൽ 100 to 200 ആണ് അതിൻ്റെ സ്ട്രെങ്ത് എങ്കിൽ ഇതിന് ഗ്രേറ്റർ ദാൻ 200 ആയിരിക്കും MPa ആയിരിക്കും സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആസ് ടെക്നോളജി അഡ്വാൻസസ് it is but natural that concrete technology are directing the attention beyond high strength concrete to ultra strength concrete. The following techniques are used for producing ultra strength concrete. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ അൾട്രാ സ്ട്രെങ്ത് കോൺക്രീറ്റിലേക്ക് ഉണ്ടാക്കാൻ നോക്കി. അൾട്രാ സ്ട്രെങ്ത് കോൺക്രീറ്റ് നമ്മൾ മീൻസ് എന്താണ് മാനുഫാക്ചർ ചെയ്തു. അപ്പോൾ അൾട്രാ സ്ട്രെങ്ത് കോൺക്രീറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് കോമ്പാക്ഷൻ ബൈ പ്രഷർ, ഹെലിക്കൽ ബൈൻഡിങ്, പോളിമറൈസേഷൻ ഇൻ കോൺക്രീറ്റ്, റിയാക്റ്റീവ് പൗഡർ. നമ്മൾ പറഞ്ഞു ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് നമ്മൾ സീഡിങ്, ഇംപ്രഗ്നേറ്റിംഗ് സൾഫർ, പിന്നെ എന്താണ് മിക്സിങ് ഓഫ് സ്ലറി, അങ്ങനെ കുറേ മെത്തേഡ്സ് യൂസ് നമ്മൾ നേരത്തെ 5-8 മെത്തേഡ്സ് പറഞ്ഞു. അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അൾട്രാ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് കോമ്പാക്ഷൻ ബൈ പ്രഷർ എന്ന് പറയുന്നത്. കോമ്പാക്ഷൻ ബൈ പ്രഷർ എന്ന് പറയുന്നത് it has been pointed out earlier that cement paste derives strength due to the combined effect of friction and bond. സിമെൻറ്റ് പേസ്റ്റിന് ഫ്രിക്ഷൻ ആൻഡ് ബോണ്ട് വെച്ചിട്ട് ബോണ്ടിങ് സ്ട്രെങ്ത്തും കൊണ്ടാണ് അതിന് സ്ട്രെങ്ത് കിട്ടുന്നത്. In ceramic material, grain size and porosity would be the most important parameter affecting friction and bond and hence the strength. It can be attempted to reduce grain size and porosity by the application of pressure at room temperature and also at high temperature. അതായത് ഗ്രെയിൻ സൈസും അതുപോലെ തന്നെ പോറോസിറ്റിയും നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ പോറോസിറ്റി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹൈ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോറോസിറ്റിയും ഗ്രെയിൻ സൈസും റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ കോമ്പാക്ഷൻ ബൈ പ്രഷർ എന്ന് പറയുന്നത്. കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രഷർ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഹെലിക്കൽ ബോണ്ടിങ് ആണ്.
ഇതൊരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഈ ഹെലിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. നമ്മളിതിനകത്ത് എന്താണ് ഹൈ ടെൻസൈൽ സ്റ്റീൽ വയേഴ്സ് യൂസ് ചെയ്തിട്ട് എക്സ്റ്റേണലി നമ്മളിതിനെ ബൈൻഡ് ചെയ്യാണ് ചെയ്യുക. കോൺക്രീറ്റ് സിലിണ്ടറിന് എക്സ്റ്റേണൽ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈ ടെൻസൈൽ സ്റ്റീൽ വയേഴ്സ് യൂസ് ചെയ്യും. ഹെലിക്കൽ ബൈൻഡിങ് എന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെ നമുക്കതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. ഓക്കെ, അടുത്ത് പോളിമർ കോൺക്രീറ്റ്. നമ്മളിതിനകത്ത് പോളിമേഴ്സ് ഇംപ്രഗ്നേറ്റ് ചെയ്യുക കോൺക്രീറ്റിനകത്ത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ റിയാക്റ്റീവ് പൗഡർ കോൺക്രീറ്റ് യൂസ് ചെയ്യുക. റിയാക്റ്റീവ് പൗഡർ കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഓർഡിനറി നമ്മളെ കോൺക്രീറ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ക്വാർട്സ് പൗഡർ വെച്ചിട്ട് നമ്മളതിനെ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അതാണ് ചെയ്യുന്നത്. കോൺക്രീറ്റ് പ്രിപ്പയർഡ് ബൈ റീപ്ലേസിങ് ദ ഓർഡിനറി aggregate of normal concrete with quartz powder, silica fume, steel fibers ഒക്കെ വെച്ചിട്ട് നമ്മളതിനെ റീപ്ലേസ് ചെയ്യുക. അതാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓർഡിനറി അഗ്രിഗേറ്റ്സിന് നമ്മൾ ക്വാർട്സ് പൗഡറോ സിലിക്ക ഫ്യൂമോ സ്റ്റീൽ ഫൈബറോ ഒക്കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് അൾട്രാ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാണ്. ഇതൊക്കെയാണ് അൾട്രാ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്ന് കോമ്പാക്ഷൻ ബൈ പ്രഷർ, ദെൻ ഹെലിക്കൽ ബൈൻഡിങ്, പോളിമർ കോൺക്രീറ്റ്, റിയാക്റ്റീവ് പൗഡർ കോൺക്രീറ്റ്. ഓക്കെ, ഇനി അടുത്തത് റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ആണ്. റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് RCC. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് അഗ്രിഗേറ്റ് സിമെൻറ്റ് വിത്ത് ഓർ വിതൗട്ട് സപ്ലിമെൻ്ററി cementitious material, water and in some case the water reducing admixtures proportion to support external compaction equipment. It is stiff zero slump concrete mixer. റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റിഫായിട്ടുള്ള, അതായത് ഒരു ഡ്രൈ ആൻഡ് ലീൻ ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് മിക്സാണ്. അതിന് സീറോ സ്ലം ആയിരിക്കും ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അഗ്രിഗേറ്റ്, സിമെൻറ്റ്, പിന്നെ സപ്ലിമെൻ്ററി സിമെൻറ്റീഷ്യസ് മെറ്റീരിയൽ ചിലപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് ചെയ്തിരിക്കാം. അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഇതാണ് റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലോവർ വാട്ടർ കണ്ടന്റ് റിക്വയർഡ് ടു ബി മിക്സ്ഡ് ഇൻ എ കണ്ടിന്യൂസ് ഫ്ലോ സിസ്റ്റം spread with a modified asphalt paver and compacted with a roller. ഇതിനകത്ത് മെയിൻ ഇത് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ കോമ്പാക്ഷൻ പ്രോസസ്സാണ്. നമ്മൾ റോളർ വെച്ചിട്ടാണ് ഇതിൽ കോമ്പാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റോളർ വെച്ചിട്ട് കോമ്പാക്ട് ചെയ്തിട്ട് ആസ്ഫാൾട്ട് പേപ്പർ വെച്ചിട്ട് നമ്മളതിനെ സ്പ്രെഡ് ചെയ്തിട്ട് ദെൻ റോളർ വെച്ചിട്ട് കോമ്പാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതൊരു സ്റ്റിഫ് മിക്സ് ആയിരിക്കും, സീറോ സ്ലം ആയിരിക്കും ഇതിനുണ്ടാവും. ഓക്കെ, ബാക്കി പോയിൻറ്റ്സ് നിങ്ങളിതിനകത്ത് വായിച്ചു നോക്കുക. എളുപ്പമാണ് ഇത് മനസ്സിലാക്കാനൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക ഈ സെൻറ്റൻസൊക്കെ. ഓക്കെ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. For effective consolidation, concrete mixture must be dry enough to support the weight of the vibratory equipment, but wet enough to permit adequate distribution of paste binder. The construction process of RCC is three-step cycle that result in continuous placement of mix to eliminate the delay in laying and subsequent lift. മൂന്ന് സ്റ്റെപ്സ് ആണുള്ളത് കോൺക്രീറ്റിൻ്റെ കൺസ്ട്രക്ഷൻ, RCC കൺസ്ട്രക്ഷൻ. മിക്സ് പ്രപ്പോർഷനിങ്, ട്രാൻസ്പോർട്ടേഷൻ ടു സൈറ്റ്, സ്പ്രെഡ് ഇൻ കോമ്പാക്ഷൻ ആൻഡ് ക്യൂറി. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ മിക്സ് പ്രപ്പോർഷനിങ്, ട്രാൻസ്പോർട്ടേഷൻ, സ്പ്രെഡിങ് ആൻഡ് കോമ്പാക്റ്റിങ്, ക്യൂറിങ്. ഓക്കെ, മിക്സ് പ്രപ്പോർഷൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സിമെൻറ്റ്, പൊസ്ലോൺ, അഗ്രിഗേറ്റ്, അഡ്മിക്സ്ചർ, അതൊക്കെ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ, പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി RCCൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റിഡക്ഷൻ ഇൻ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് ക്വാണ്ടിറ്റിയിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റെഡ്യൂസ്ഡ് മാനുവൽ വർക്കാണ്, എലിമിനേഷൻ ഓഫ് ഫോം വർക്കിനൊന്നും ആവശ്യമില്ല. സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് കോസ്റ്റ്, എക്സിബിറ്റ് ലോവർ സ്ട്രിങ്കേജ്, ക്രീപ്പ് ഈസ് കൺസിഡറബിളി ലെസ് ആയിരിക്കും. ഇതൊക്കെ എവിടേക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഡാംസിൽ, ഹൈവേ പേയ്മെൻറ്റിൽ, റോഡ്സ് ഇൻ ഫാക്ടറീസ്, കാരിയേജ്, എയർപോർട്ടിൻ്റെ കാരിയേജിൽ, റോഡ് കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് വർക്ക്സ്, അതിൻ്റെയൊക്കെ കേസിലാണ് നമ്മൾ RCC യൂസ് ചെയ്യുന്നത്. വെച്ചാൽ റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് മെയിൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നോർമൽ കോൺക്രീറ്റ്, കൺവെൻഷണൽ കോൺക്രീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് RCCൻ്റെ കേസിൽ എന്താണ്, നമ്മൾ റോളർ കോമ്പാക്റ്റഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് RCC required 60 to 70% cement and avoid the undesirable condition created by the high heat of hydration
ഇൻ മാസ് കോൺക്രീറ്റ്. അതായത് 60 നോർമൽ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും 60-75% സിമെൻറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതുമാത്രമല്ല ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, അങ്ങനെ സിമെൻറ്റിൻ്റെ ഇത് കുറക്കുമ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഒബ്വിയസ്ലി റെഡ്യൂസ് ചെയ്യും. വാട്ടർ കണ്ടൻറ്റും വെരി ലോ ആണ് ഇതിനാവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ മൊഡ്യൂളിലെ ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് ആണ് ഞാൻ എടുക്കുക, നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം.